ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നാളെ വന്നിട്ട് ഫുൾ മൂണാണ്, പൗർണമിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം, എന്തെല്ലാം പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തണം, എവിടെയെല്ലാം ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം, അതാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. മെയിനായിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വന്നിട്ട് ഫുൾ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ്. ഈ ഒരു സമയത്ത് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ നടത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1. ഓക്കെ, ഇവിടെ വന്നിട്ട് റോസ് കോഡ്സ് ആണ് വന്നേക്കുന്നത്. ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് ആണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലവ്, റൊമാൻസ് അല്ലെങ്കിൽ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1. ഇവിടെ ബ്ലഡ് സ്റ്റോൺ ആണ്. ഗെറ്റ് അപ്പ്, ഗെറ്റ് മൂവിങ്. Aragonite, release your emotional baggage. അഗെയിൻ ആ ഒരു ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എനർജിയാണ്. ഇവിടെ ആക്ഷൻസ് എടുക്കേണ്ടത് ഹാർട്ട് ചക്ര ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് നിങ്ങളുടെ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം, കുറച്ച് പേർക്ക് പാസ്റ്റിലെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബ്രേക്കപ്പിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് മടി, പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടാകാം, പക്ഷേ പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ടയേർഡ് ആകുക, അതിനോട് ഇൻട്രസ്റ്റ് പോകുക, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആക്ഷൻസ് എടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുക. കുറച്ച് പേർക്ക് ഇത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, പിടിച്ച് നിൽക്കുന്നുണ്ടാകാം, ഓക്കെ, വിട്ടുകൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ബ്ലഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഏഞ്ചൽ ഓറ കോഡ്സ് വന്നിട്ട് ലൈറ്റൻ അപ്പ്. നിങ്ങൾ ഒത്തിരി സീരിയസ് എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഒത്തിരി പേഴ്സണലി നിങ്ങളുടെ ഉള്ളിലോട്ടെടുത്ത് വിഷമിക്കുക, ഒത്തിരി സാഡ്നെസ്സിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു എനർജിയിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, ലൈറ്റൻ അപ്പ് ചെയ്യുക. കുറച്ച് പേർക്ക് നല്ല നല്ല കോമഡി മൂവീസ് കാണുന്നത്, ഹാപ്പിനെസ് നൽകുന്ന ഹാപ്പി എൻഡിങ്സ് ഉള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു സമയത്ത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് അത് മ്യൂസിക് ആയിരിക്കാം. നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക്കിൽ നിങ്ങൾ അനുഭവിച്ച ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒത്തിരി സാഡ്നെസ് ഉള്ള ലിറിക്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് പേരോട് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഓറ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സറൗണ്ടിങ്സിൻ്റെ എനർജി ആയിരിക്കാം. അവിടെ ഒത്തിരി ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓൾഡ് മെമ്മറീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. കുറച്ച് പേർക്ക് ഇത് മൊബൈൽ ഫോണിലുള്ള ഓൾഡ് ഫോട്ടോസ് ആയിരിക്കാം, മെയിൽസ് ആയിരിക്കാം, മെസ്സേജസ് ആയിരിക്കാം, അതൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ റിമെമ്പർ യുവർ വർത്ത് ആണ്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് റിമെമ്പർ യുവർ വർത്ത് വന്നിട്ട്
പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രായോഗികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ സത്യസന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നത്, അത് അക്സെപ്റ്റൻസിലോട്ട് വരുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ന്യൂ എനർജീസ് അല്ലെങ്കിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് കടന്നു വരുന്നത് നോക്കാം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. താങ്ക് യു. ജസ്റ്റിസ്. നിങ്ങൾക്ക് നിങ്ങളുടെ നീതി പാസ്റ്റിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങൾ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്, അത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഇൻ ആൻഡ് യാങ്ങിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയിൽ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഈ ഒരു ഇമോഷണൽ ബാഗേജ്, നമ്മുടെ മനസ്സിൽ ഒത്തിരി നാളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ ഒരു പല കാര്യങ്ങളും കുറേയൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡിനയലിലിരിക്കുന്നുണ്ട്, എല്ലാം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലോയിലോട്ട് വരാനായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? സക്സസ്, വിക്ടറി, സമാധാനം, അതുപോലെ തന്നെ യൂണിറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണി, സോൾമേറ്റ് ജേർണിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പാസ്റ്റിലെ എനർജീസ് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഈ ഒരു ഇമോഷണൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് കുറച്ചും കൂടെ കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളിൽ കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് പാസ്റ്റിൽ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രയോറിറ്റി മുൻഗണന കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി എല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്ക് യു. ഇവിടെ 2 എനർജീസ് വന്നിട്ടുണ്ട്. ഹോൾഡ് യുവർ ഹെഡ് ഹൈ ആൻഡ് ടേക്ക് ആക്ഷൻ, വിഷൻസ് ഓഫ് പ്രോമിസ്. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ ബോൾഡായിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത്, എന്ത് ആക്ഷൻസ് ആണോ എടുക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രോമിസ് ആണോ നിങ്ങൾ കൊടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. സെൻസിറ്റീവ് ടു എനർജി, യു ആർ പ്രൊട്ടക്റ്റഡ്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഈ ഒരു ഫുൾ മൂൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് ഡബിളായിട്ട്, ഓക്കെ, എല്ലാം ഒരു ഓവർവെൽമിങ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പേടി, ഫിയർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ് യു ആർ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ടീം വർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വഞ്ചർ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിലോട്ട് സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടും കുറച്ചൊന്ന് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. മെയിനായിട്ട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ മൂൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നാളെയാണ് ഫുൾ മൂൺ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പൈൽ നമ്പർ 2. താങ്ക് യു. Overcome your fears, take action. Malachite, it's time to transform. Loosen your grip. Bring in the light. ഇവിടെ മെയിനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഭയം, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനെ എങ്ങനെ നേരിടാം, ആ ചാലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ഓവർകം ചെയ്യാം, ഓക്കെ, അത് നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാകാം. അവിടെ നിന്നിട്ട് ഒത്തിരി കോൺഫിഡൻസ് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഓവർ കോൺഫിഡൻസിൻ്റെ എനർജി ആണെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന സോളാർ പ്ലെക്സസ് ചക്ര, അങ്ങനത്തെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ഹീലിംഗ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ്ഡ് അല്ല, ഓവറായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് എനർജിയിലോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ചിന്തിക്കാതെ ആക്ഷൻസ് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റെഡ് ജാസ്പർ വന്നിട്ട് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാം ആക്ഷൻസ് ആണ് എടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, ചെയ്യുന്നത്, അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട്, കുറച്ചും കൂടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കാരണം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതാണ്, ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡാണ്. അപ്പോൾ അതിന് യോജിച്ച ആക്ഷൻസ്, എന്ത് മാറ്റങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് ചേഞ്ചസ് കാണാനായിട്ടാണോ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിന് ചേർന്ന ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എഗെയിൻ ഹെൽത്തി ചോയ്സസ്, ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വന്നിട്ട് മൈൻഡ്, ബോഡി, സ്പിരിറ്റിലായിരിക്കാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക, മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ഈ ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ലൂസൺ യുവർ ഗ്രിപ്പ് ആമസോണൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഏതെല്ലാം മേഖലയിലാണ് നിങ്ങൾക്കൊരു ബാലൻസ് നഷ്ടമായിട്ടിരിക്കുന്നത്, ഓക്കെ, ആ ഒരു ഗ്രിപ്പ് നഷ്ടമായിട്ടിരിക്കുന്നത്, അത് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഹിഡൻ ആയിട്ടുള്ള എനർജി ആയിരിക്കാം, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പല കാര്യങ്ങളുമായിരിക്കാം. ചിലപ്പോൾ ഇത് പാറ്റേൺസ് ആയിരിക്കാം, നിങ്ങളുടെ ആൻസിസ്ട്രൽ പാറ്റേൺസ് ആയിരിക്കാം, പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം, പഠിച്ച കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടാകാം, ഹീൽ ചെയ്യാനായിട്ട് പുറത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റിവെഞ്ചിൻ്റെ എനർജി ആകാനായിട്ടും ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴെന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യുക, വിട്ടുകൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു പ്രശ്നം, അതെല്ലാം കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പകരമായിട്ട് ഇവിടെ ലൈറ്റ്, പ്രകാശത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഹെൽത്തി ബൗണ്ടറിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ചൈതന്യം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് കടന്നു വരുന്നതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് കടന്നു വരുന്നത്? താങ്ക് യു. പാൽ നമ്പർ 2. എംപ്രസ്. മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫെമിനിൻ എനർജിയിൽ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഒത്തിരി ഓവർ ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മദറിൻ്റെ എനർജിയാണ്, ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയാണ്. ചുറ്റും എന്ത് സംഭവിച്ചാലും അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് നിങ്ങൾക്കറിയാം. ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, 2 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇതിൽ വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ
മൈൻഡിലും അതുപോലെ തന്നെ ഹാർട്ട് സ്പേസിലും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ആക്ഷൻസ് എടുക്കേണ്ട സ്ഥാനത്ത് പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതല്ല കുറച്ചും കൂടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തിൻ്റെ എനർജിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടിലും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, വാവ്, ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഒത്തിരി ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലവ് റിലേഷൻഷിപ്പിലും ഒത്തിരി ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കണം, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു എനർജി കൊണ്ടുവരുന്നതാണ്. ഏത് കാര്യങ്ങളോടും നോ പറയണം, ഏതെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണം, അതിൽ നിങ്ങൾക്കൊരു വ്യക്തത, ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 2. ഫേസ് യുവർ ഫീലിങ്സ്, ലെറ്റ് ദ ഇമോഷൻസ് ഫ്ലോ. ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ മെമ്മറീസിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലും മെസ്സേജിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഓവറായിട്ട് സപ്രസ് ചെയ്യാതിരിക്കുക, അടിച്ചമർത്താതിരിക്കുക. അത് ആ ഒരു ഒഴുക്കിനൊത്ത് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് യുവർ ഡ്രീംസ് റിവീൽ സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ദിവസം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസ് ആയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട്, ഗോൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസ് ത്രൂ, നിങ്ങൾ ഉറങ്ങണ സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും കാര്യങ്ങൾ റിവീലായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ സീക്രട്ട് സ്പേസിലിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പേസിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ സോളാർ പ്ലെക്സസ് ചക്ര, മണിപ്പൂര ചക്ര, അതുപോലെ തന്നെ റൂട്ട് ചക്ര, മൂലാധാര ചക്ര, ഓക്കെ, ഈ എനർജീസിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.